യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. പത്തനംതിട്ടയിലെ പരിപാടിയാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ശ്രീജിത്ത് ചേരുന്നു പത്തനംതിട്ടയിൽ. ശ്രീജിത്ത്, എത്ര സമയം, എത്ര ദൂരമാണ് ഈ റോഡ് ഷോ? എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്? ഏതാണ്ട് 1.5 കിലോമീറ്ററോളം ദൂരമാണ് റോഡ് ഷോ ഉള്ളത്. ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്നാണ് അമിത്ഷായുടെ റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ ഏതാണ്ട് ഇരുവശങ്ങളിലും വലിയ ജനക്കൂട്ടത്തെ തന്നെ BJP ഇറക്കിയിട്ടുണ്ട്. അതായത് 7 നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള പ്രവർത്തകരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള റോഡ് ഷോ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊന്നും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരം വരെയാണ് ഈ ഒരു റോഡ് ഷോ ഉള്ളത്. 50,000-ഓളം പ്രവർത്തകർ പങ്കെടുക്കും എന്നതാണ് BJPയുടെ അവകാശവാദം. ഏതാണ്ട് വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ഇവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള, ഒപ്പം തന്നെ ഈ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി PS ശ്രീധരൻ, പൂഞ്ഞാർ MLA കൂടിയായ PC ജോർജ് അടക്കമുള്ള നേതാക്കളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു റോഡ് ഷോ ആണ് നടക്കുന്നത്. വലിയ ജനപങ്കാളിത്തം ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനുശേഷം പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന യോഗത്തിൽ അമിത്ഷാ സംസാരിക്കും. അവിടെയും പ്രത്യേക വേദിയിലല്ല യോഗമുണ്ടാക്കുക. ഈ വാഹനത്തിൽ നിന്നുകൊണ്ട് തന്നെയായിരിക്കും അമിത്ഷാ ഇതിനെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഒപ്പം തന്നെ അതിനുശേഷം ആലപ്പുഴയിലെ പരിപാടിയിലും അമിത്ഷാ പങ്കെടുക്കുന്നുണ്ട്. അതിനായി അദ്ദേഹം ആലപ്പുഴയിലേക്ക് മടങ്ങും. എന്തായാലും വലിയ ജനപങ്കാളിത്തത്തോടുകൂടി തെരഞ്ഞെടുപ്പിന്റെ ഒരു അവസാന ലാപ്പിൽ, നാളെ കൊട്ടിക്കലാശം നടക്കാനിരിക്കെ അവസാന ലാപ്പിൽ അത് തങ്ങൾക്കൊപ്പം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് BJP അതിന്റെ ദേശീയ അധ്യക്ഷനെ തന്നെ പത്തനംതിട്ടയിൽ എത്തിക്കൊണ്ട് വലിയ ജനപങ്കാളിത്തത്തോടുകൂടി ഇത്തരത്തിലൊരു റാലി നടത്തുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയായി പത്തനംതിട്ട തുടക്കത്തിൽ തന്നെ മാറുകയും. കാലാവസ്ഥ അത്ര അനുകൂലമല്ല. മഴ കാണാം, ശക്തമായ മഴ കാണാം. ഈ മഴയെ അതിജീവിച്ചും പ്രവർത്തകരുടെ കാര്യമായ പങ്കാളിത്തമുണ്ടോ ഈ റോഡ് ഷോയിൽ? തീർച്ചയായും പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതാണ്ട് സമയം മുൻപാണ് മഴ പെയ്തത്. യാതൊരു തരത്തിലുള്ള ഈ ജനങ്ങൾ പിന്നോട്ട് മാറിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായി തന്നെയാണ്. ഈ ഒരു റോഡിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് വിവിധ നിയോജക മണ്ഡലങ്ങളിലുള്ളവർക്ക് നിൽക്കുന്നതിനുള്ള സ്ഥലവും ക്രമീകരിച്ചിരുന്നു. അങ്ങനെ ജനങ്ങൾ പൂർണ്ണമായും, പ്രവർത്തകർ പൂർണ്ണമായും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. പ്രവർത്തകരായതുകൊണ്ട് തന്നെ അവർ മഴയത്തും കാത്തു നിൽക്കുന്നു. ഒരുപക്ഷെ പത്തനംതിട്ടയിൽ BJP സംബന്ധിച്ച് അവരുടെ ഏറ്റവും ആവേശകരമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം പൂർത്തിയാക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായുള്ളത്. നേരത്തെ തന്നെ K സുരേന്ദ്രന്റെ സ്വീകരണ കേന്ദ്രങ്ങളിലൊക്കെ വലിയ നിലയിൽ വനിതകളുടെ ഒരു പങ്കാളിത്തവും മറ്റും ശ്രദ്ധേയമായതായിരുന്നു. അതിന്റെയൊക്കെ പിന്നാലെയാണ് ഈ ഒരു ഏതാണ്ട് കൊട്ടിക്കലാശം, ഏതാണ്ട് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിൽ ദേശീയ അധ്യക്ഷനെ തന്നെ പങ്കെടുപ്പിക്കുന്നു. ഈ മഴയത്തും ആവേശം തോരാതെ ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുന്നു. രഞ്ജിത്ത്, പത്തനംതിട്ടയിൽ അമിത്ഷായുടെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. ഏതാണ്ട് 1.5 കിലോമീറ്ററോളം അമിത്ഷാ തുറന്ന ജീപ്പിൽ സഞ്ചരിച്ച പ്രവർത്തകരെ ആഹ്വാനം ചെയ്യും. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ PC ജോർജ്, ഒപ്പം വനിതാ കമ്മീഷൻ മുൻ അംഗം പ്രമീളാദേവി, ശ്രീശാന്ത് അടക്കമുള്ളവരെ ദൃശ്യങ്ങളിൽ കാണാം. അമിത്ഷായുടെ റോഡ് ഷോയ്ക്കൊപ്പം ഒപ്പം അവിടുത്തെ പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രനും അമിത്ഷായ്ക്കൊപ്പമുണ്ട്. മഴയെ അവഗണിച്ചും പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തമുണ്ടെന്ന് G ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രചരണം അതിന്റെ 3ാം ഘട്ടത്തിലെത്തുമ്പോൾ അവർ വളരെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട. തിരുവനന്തപുരവും പത്തനംതിട്ടയും തൃശ്ശൂരിലും അവർ ആവേശകരമായ മത്സരം കാഴ്ചവെക്കുന്നു. ഒരു ഘട്ടത്തിൽ സർവേകളിലടക്കം സുരേന്ദ്രന് മുൻതൂക്കം പ്രവഹിച്ച സാഹചര്യവും ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. പ്രതികൂലമായ കാലാവസ്ഥയുണ്ട് അവിടെ. ശക്തമായ മഴ പെയ്യുന്ന ദൃശ്യങ്ങളിൽ കാണാം. ഈ മഴയെ അവഗണിച്ചും പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തം ഈ റോഡ് ഷോയിലടക്കമുണ്ട്. അതിനുശേഷം പത്തനംതിട്ട ബസ് സ്റ്റാൻഡ് സമീപം അമിത്ഷാ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അതിനുശേഷം അദ്ദേഹം ആലപ്പുഴയിൽ നടക്കുന്ന പരിപാടി, ആലപ്പുഴ പുന്നപ്രയിലാണ് അമിത്ഷാ പങ്കെടുക്കുന്ന പൊതുയോഗം വെച്ചിട്ടുള്ളത്. അതും ഇതിനുശേഷം നടക്കും.
ഒരു ദിവസ സന്ദർശനത്തിനായി അമിത്ഷാ അല്പസമയം മുമ്പാണ് കേരളത്തിലെത്തിയത്. നാളെയാണ് സംസ്ഥാനത്ത് കൊട്ടിക്കലാശം, മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശം ഉണ്ടാവുക. അതിനുശേഷമാകും ഈ കൊട്ടിക്കലാശം. ഇത് BJPയുടെ കൊട്ടിക്കലാശം എന്ന് തന്നെ പറയാം. കാരണം ഇത്ര വലിയ ഒരു പരിപാടിയിലൂടെ തങ്ങളുടെ പ്രചരണം അത് കൊഴുപ്പിച്ചിരിക്കുകയാണ് BJP ഈ ഘട്ടത്തിൽ. ശ്രീജിത്ത്, പ്രവർത്തകരെ നീക്കാനുള്ള പ്രയാസം കാണാം. PC ജോർജ് പോലും ഒരു ഘട്ടത്തിൽ മൈക്ക് കയ്യിലെടുത്ത് സംസാരിക്കുന്നുണ്ട്. എന്താണ് സാഹചര്യം അവിടെ? രഞ്ജിത്ത്, അത് തന്നെയാണ്. വലിയ പ്രവർത്തകരുടെ ഒരു വലിയ തിരക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു തിരക്കിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ചില തടസ്സങ്ങളുണ്ട്. വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തകർ, ഈ ഏതാണ്ട് റോഡ് നിറയെ പ്രവർത്തകരാണ്. ഈ അമിത്ഷായുടെ വാഹനത്തിന് മുന്നിൽ മാത്രമല്ല, നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തിന് മുന്നിൽ പോലും ഏതാണ്ട് ബസ് സ്റ്റാൻഡ് വരെ നിറയെ ആളുകൾ നിൽക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായുള്ളത്. കാരണം അത്രയധികം വിവിധ നിയോജക മണ്ഡലങ്ങളിലെ കൃത്യമായ പ്രവർത്തകരെ അവർ എത്ര പേരെ എത്തിക്കണം എന്ന് തന്നെ കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് അവർ ഇവിടെയൊക്കെ പ്രവർത്തകരെ എത്തിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അങ്ങനെയുള്ള പ്രവർത്തകർ അമിത്ഷായുടെ വാഹനം എത്തുമ്പോൾ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ കാത്തു നിൽക്കുന്നു. കെ സുരേന്ദ്രന് പുഷ്പവൃഷ്ടിയുമായി നിൽക്കുന്നു. അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇവരെ മുന്നോട്ടേക്ക് മാറ്റുക ബുദ്ധിമുട്ടേറിയ ഒന്നാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയ ജനപങ്കാളിത്തം ഈ ഒരു റോഡ് ഷോ ഏതാണ്ട് 1.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളതെങ്കിലും അത്തരത്തിൽ മുന്നോട്ട് പോവുക അത്ര എളുപ്പമല്ല എന്ന് തന്നെയാണ് പറയുന്നത്. വളരെ പതുക്കെയാണ് ഈ റോഡ് ഷോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പത്തനംതിട്ടയിൽ അമിത്ഷായുടെ പരിപാടി നേരത്തെ തീരുമാനിച്ചിരുന്നതല്ല. പക്ഷെ പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ പ്രവർത്തനം തുടങ്ങുകയും അത് ഏതാണ്ട് BJPയുടെ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്ന ഒരു സാഹചര്യം, ശബരിമല വിഷയം വലിയ തരംഗമായി മാറുന്നു എന്ന BJP വിലയിരുത്തൽ, അങ്ങനെയൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് നരേന്ദ്രമോദിയെ പത്തനംതിട്ടയിൽ എത്തിക്കാനുള്ള ഒരു നീക്കമായിരുന്നു BJP കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ നേരത്തെ തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എത്താനാകാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടെയാണ് അമിത്ഷാ ദേശീയ അധ്യക്ഷനെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് ഒരു വലിയ തരത്തിലുള്ള ഒരു പ്രചരണത്തിന്റെ കൊട്ടിക്കലാശത്തിലേക്ക്, ഒരു ആവേശത്തോടു കൂടിയുള്ള ഒരു കൊട്ടിക്കലാശത്തിലേക്ക് ഈ ഒരു തരംഗം എത്തിക്കാൻ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പത്തനംതിട്ടയിൽ ശക്തമായ ത്രികോണ മത്സരം. ഇടതുമുന്നണി വീണ ജോർജിനെയും ഐക്യമുന്നണി ആന്റോ ആന്റണിയെ മുൻനിർത്തി ശക്തമായ പോരാട്ടം നടക്കുമ്പോൾ അതിനൊക്കെ കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ഉയർന്നു വരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായി ഉയർന്നു വന്ന ചർച്ച. അതിന്റെ ഒക്കെ പിന്നാലെയാണ് അതിൽ ശക്തമായൊരു ഒരു നീക്കവുമായി, ഒരു റോഡ് ഷോയുമായി തന്നെ അതിന്റെ കൊട്ടിക്കലാശത്തിന്റെ തൊട്ട് തലേ ദിവസം ഒരു ശബരിമലയുടെ മണ്ണിൽ അമിത്ഷാ എത്തുന്നത്. സ്വാഭാവികമായും അമിത്ഷായുടെ പ്രസംഗം എന്ത് എന്നുള്ളത് സ്വാഭാവികമായും നിർണായകമാണ്. ഒരുപക്ഷെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഒരു അജണ്ട എന്ത് എന്ന് വളരെ കൃത്യമായി നിർണയിക്കുന്ന അല്ലെങ്കിൽ പ്രവചിക്കുന്ന ഒരു പ്രഖ്യാപനത്തിലേക്കോ മറ്റോ അമിത്ഷാ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. BJP ഒരുപക്ഷെ ഏറ്റവും ശക്തമായി തെരഞ്ഞെടുപ്പിൽ ഉന്നയിച്ച വിഷയം ശബരിമല വിഷയം തന്നെയാണ്. ആ ഒരു വിഷയം നടക്കുന്ന അതിന്റെ ഉത്ഭവ പ്രദേശത്ത് ശബരിമല നിൽക്കുന്ന ജില്ലയിൽ, ശബരിമല നിൽക്കുന്ന മണ്ഡലത്തിൽ അമിത്ഷാ എത്തുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായുള്ളത്. ശബരിമലയെ സംബന്ധിച്ച് BJP നിരവധി ഇതിനകം തന്നെ വിശ്വാസപരമായ വിഷയങ്ങളിൽ നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണ്. അതിനൊക്കെ പിന്നാലെ ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിനായി അമിത്ഷായുടെ വാക്കുകൾ എങ്ങനെ എന്നുള്ളത് സ്വാഭാവികമായും നിർണായകമാണ്. രഞ്ജിത്ത്, എടുത്തു പറയാനുള്ളത് വലിയ ജനപങ്കാളിത്തം തന്നെ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരുപക്ഷെ BJP ഒക്കെ അവകാശപ്പെട്ടതുപോലെയുള്ള ഒരു ജനപങ്കാളിത്തം ഈ ഒരു റാലിയിലുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നു എന്നതും വലിയ ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. ശ്രീജിത്ത്, ഇന്ന് അവർ ഏതാണ്ട് കുട്ടിക്കലാശം എന്ന രീതിയിൽ തന്നെ ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നു. നാളെ ഈ പത്തനംതിട്ട ഇത്ര ആവേശകരമായ മത്സരം നടക്കുന്ന പത്തനംതിട്ടയിൽ BJP എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇതേ രീതിയിൽ തന്നെ പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള കുട്ടിക്കലാശത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ? അതോ ഇന്നുകൊണ്ട് ഇത് അവർ കുട്ടിക്കലാശമെന്ന് കരുതി തന്നെ ഈ പ്രചരണ പരിപാടികളുടെ ഒരു അവസാനം എന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുമോ? രഞ്ജിത്ത്, കൊട്ടിക്കലാശത്തിന് തലേ ദിവസം നടക്കുന്ന ഈ ഒരു റോഡ് ഷോ സ്വാഭാവികമായും കൊട്ടിക്കലാശത്തിന് ആവേശം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിലേക്കുള്ള അവിടെയും പ്രവർത്തകരെ നിറച്ചുകൊണ്ട് വലിയൊരു ശക്തിപ്രകടനം നടത്താനുള്ള ഒരു നീക്കമായിരിക്കും BJPയെ സംബന്ധിച്ച് ഉണ്ടാകുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെയും BJPയുടെ കുട്ടിക്കലാശങ്ങൾ വളരെ നിർണായകമായ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ അവർ വലിയ ജനപങ്കാളിത്തവും
കുട്ടിക്കലാശത്തിലെ അവരുടെ ഒരു പ്രകടനമൊക്കെ വളരെ മികച്ചതായിരുന്നു. അതൊക്കെ സാധാരണ നിലയിൽ തന്നെ BJP നടത്താറുള്ളതാണ്. പക്ഷെ അതിന്റെയൊക്കെ അപ്പുറത്തേക്ക് ഇത്തവണ ഈ ഒരു അമിത്ഷാ തന്നെ എത്തിയ ഒരു റോഡ് ഷോ കുട്ടിക്കലാശത്തിന്റെ ദിവസത്തിന് തൊട്ടുമുമ്പ് കുട്ടിക്കലാശത്തിലും അതിന്റെ അവസാന ദിവസത്തെ അടക്കമുള്ള കാര്യങ്ങൾക്ക് ആവേശം പകരുന്നതായി അമിത്ഷായെ തന്നെ എത്തിക്കുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയൊരു റോഡ് ഷോ നടത്തുന്നു. അത് സ്ത്രീകളുടെ പങ്കാളിത്തം ശ്രദ്ധേയമാണ് എന്ന് കരുതി അങ്ങനെ വലിയൊരു ജനപങ്കാളിത്തത്തോടു കൂടി ഒരു റോഡ് ഷോ നടത്തി. ഒരുപക്ഷെ പത്തനംതിട്ടയിൽ വലിയൊരു ആവേശം മറ്റ് രണ്ട് മുന്നണികൾ ഇത് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വരികയും കോൺഗ്രസ് അതിന്റെ ഏറ്റവും ശക്തമായ പ്രചരണ അഴിച്ചുപിടിക്കുകയും ഒക്കെ ചെയ്തൊരു മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട. അതിന്റെ ഒക്കെ ഒടുവിൽ ഒരു ദേശീയ നേതാവിനെ വീണ്ടും എത്തിച്ച് ഒരു ആവേശം നിലനിർത്തുക എന്ന വളരെ തന്ത്രപരമായ നീക്കത്തിലേക്ക് BJP എത്തുന്നു. BJP പത്തനംതിട്ടയിൽ എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നുള്ളത് തെളിയിക്കുന്ന വലിയൊരു ജനപങ്കാളിത്തത്തോടുകൂടിയുള്ള റോഡ് ഷോ തന്നെ നടത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായുള്ളത്. ഏതാണ്ട് 1.5 കിലോമീറ്റർ മാത്രമാണ് ഈ ദൂരമെങ്കിൽ പോലും നഗര ഹൃദയത്തിലൂടെയാണ് ഈ യാത്രയുള്ളത് എന്നതാണ് എടുത്തു പറയാനുള്ളത്. നേരത്തെ സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷനിലായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. അവിടെ പ്രവർത്തകർ ഇറങ്ങി തൊട്ടടുത്ത് ഏതാണ്ട് 200 മീറ്റർ മാത്രം അകലെയുള്ള ജനറൽ ആശുപത്രി ജംഗ്ഷനിലേക്ക് അവിടെ നിന്ന് അമിത്ഷാ ഈ ഒരു പ്രകടനത്തോടൊപ്പം പങ്കുചേരുകയുമായിരുന്നു. എന്തായാലും വലിയ ജനപങ്കാളിത്തത്തോടുകൂടി ആളുകൾ ഈ ഒരു ഷോയിൽ പങ്കെടുക്കുന്നു. ഒപ്പം തന്നെ വലിയ ആവേശത്തിലേക്ക് അവർ പോകുന്നു. മഴയുടെ വലിയൊരു പ്രതിസന്ധി നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പ്രതിസന്ധിക്ക് ചെറിയ തോതിലെങ്കിലും ഇപ്പോൾ ശമനം വന്നിട്ടുണ്ട്. മഴ വന്ന സമയത്ത് പോലും പ്രവർത്തകർ ഇവിടെ തന്നെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ കഴിഞ്ഞത്. നേരത്തെ ഈ റോഡ് ഷോ തുടങ്ങുന്നതിന് മുൻപും മഴ ഇവിടെ വില്ലനായി എത്തിയിരുന്നു. പക്ഷെ ആ ഒരു ആവേശം ഇതിന് ഒട്ടും ചോർച്ചയില്ലാതെ പ്രവർത്തകർ വനിതകൾ ഉൾപ്പെടെയുള്ളവർ പൂക്കളുമായി കാത്തു നിൽക്കുകയാണ്. അവർ ഒരുപക്ഷെ സുരേന്ദ്രന്റെ കഴിഞ്ഞ വേദികളിലെ ഈ സ്ത്രീകളുടെ വേദികളിലൊക്കെ കണ്ട അതേ ആവേശത്തോടുകൂടി അവർ നിൽക്കുന്നു. ആ ഒരു വലിയ ശ്രദ്ധേയമായ കാഴ്ച തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിരവധി പ്രവർത്തകരുടെ ഒരു പള്ളിച്ചട്ടുണ്ട്. അത് നേരത്തെ തന്നെ വിവിധ സ്റ്റേഷനുകളിൽ ജമാഅത്ത് പള്ളി ജംഗ്ഷനൊപ്പം തന്നെ ഗാന്ധി സ്ക്വയർ ഉൾപ്പെടെയുള്ള വിവിധ കേന്ദ്രങ്ങളിൽ വിവിധ നിയോജക മണ്ഡലങ്ങൾക്ക് ഒരു സ്ഥലം അനുവദിച്ചിരുന്നു. അതാത് കേന്ദ്രങ്ങളിലേക്ക് പ്രവർത്തകർ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. ആ പ്രവർത്തകരിലേക്കൊക്കെ എത്തിക്കൊണ്ട് ഇനിയൊരു ഒരുപക്ഷെ ഒരു മഹാസമ്മേളനം വേദിയിലല്ല നടക്കുന്നത്. ഈ ഒരു വാഹനത്തിൽ തുറന്ന വാഹനത്തിൽ തന്നെ നിന്നുകൊണ്ടുള്ള ഒരു അഭിസംബോധന ചെയ്യലായിരിക്കും ഉണ്ടാകുക. മുൻ ക്രിക്കറ്റ് താരവും BJPയുടെ തിരുവനന്തപുരത്തെ നിയമസഭാ സ്ഥാനാർത്ഥിയുമായിരുന്ന ശ്രീശാന്ത് ഉൾപ്പെടെയുള്ളവരും ഈ ഒരു വേദി ഈ ഒരു അമിത്ഷായ്ക്കൊപ്പം ഈ ഒരു റോഡ് ഷോയിൽ പങ്കാളിയാകുന്നു. എന്തായാലും വലിയ ആവേശത്തോടു കൂടി തന്നെ പ്രവർത്തകർ പങ്കെടുക്കുന്ന വലിയ ആവേശത്തിലാണ് BJP പ്രവർത്തകർ. അമിത്ഷായുടെ റോഡ് ഷോയുമായി ബന്ധപ്പെട്ട് വലിയ പങ്കാളിത്തം, പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. തിരിച്ചു വരാം ഈ അതേ വാർത്തയിലേക്ക് തന്നെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വളരെ പെട്ടെന്ന് തിരിച്ചെത്താം. ചേട്ടോ